നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. തുഷാർ വെള്ളാപ്പള്ളിയുടെ BDJS-നെ BD പാർട്ടി എന്നാണ് പൊതുവെ വിളിക്കുന്നത്. BDJS-ന് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ആകെ കിട്ടിയത് 5 സീറ്റാണ്. 300 സീറ്റിൽ മത്സരിച്ചു. BJP വലിയ നേട്ടങ്ങളുണ്ടാക്കിയെങ്കിലും കേരളത്തിലെ NDAയിലെ ഏറ്റവും വലിയ ഘടകകക്ഷി എന്ന് സ്വയം വിളിക്കുന്ന BDJS-ന് കിട്ടിയത് കഷ്ടിച്ച് 5 സീറ്റാണ് 300 സീറ്റുകളിൽ മത്സരിച്ചിട്ട്. BJP തങ്ങളെ പാലം വലിച്ചു എന്നാണ് BDJS വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണത്രേ ഇത്ര കുറവ് സീറ്റ് കിട്ടിയത്. കാരണം കേവലം 5 സീറ്റ് മാത്രം ഇത്രയും വാർഡുകളിലേക്ക് തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ കിട്ടിയെങ്കിൽ പിന്നെ BDJS-ന് എന്താണ് ശക്തി? BJP തങ്ങളെ നിരന്തരം ഇത്തരത്തിൽ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണെന്നും തങ്ങളുടെ സ്ഥാനാർത്ഥികൾ നിൽക്കുന്ന സ്ഥലങ്ങളിൽ BJP-ക്കാർ തങ്ങൾക്ക് വേണ്ടി വോട്ട് ചെയ്യുന്നില്ലെന്നും BJP നേതാക്കൾ മത്സരിക്കുന്ന മറ്റു വാർഡുകളിലേക്ക് പല BJP-ക്കാരും പ്രവർത്തിക്കാൻ പോവുകയാണെന്നും BDJS നേതാക്കൾ പറയുന്നു. അതുകൊണ്ടാണ് കേവലം 5 സീറ്റിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ഈ 14 ജില്ലകളിൽ ആകെ ലഭിച്ചത് കേവലം 5 സീറ്റുകൾ മാത്രം. പുറത്തു പറയാൻ തന്നെ നാണക്കേടാണെന്നാണ് BDJS നേതാക്കൾ എല്ലാവരും പറയുന്നത്. അതുകൊണ്ട് ഇനി BJP-യുമായുള്ള ബാന്ധവം വേണ്ട, BJP-യുമായുള്ള പൊറുതി മതിയായി എന്നാണ് തുഷാർ വെള്ളാപ്പള്ളിയോട് BDJS നേതാക്കൾ എല്ലാവരും തുറന്ന് പറയുന്നത്. എന്നാൽ തുഷാർ വെള്ളാപ്പള്ളിക്ക് അങ്ങനെ BJP ബന്ധം വിട്ടു പോകാൻ പറ്റില്ല. അമിത്ഷായുമായും മോദിയുമായും രാജീവ് ചന്ദ്രശേഖറുമായും ഒക്കെയുള്ള പലവിധ ബന്ധങ്ങൾ കൂടിക്കുഴഞ്ഞ് കിടക്കുകയാണ്. അതിൽ നിന്നെല്ലാം വിടുതൽ പ്രഖ്യാപിച്ച് BDJS NDA മുന്നണി വിട്ടാൽ പിന്നെ എന്ത് സംഭവിക്കുമെന്ന് ആർക്കും ഒരു ഉറപ്പ് പറയാൻ പറ്റില്ല. കാരണം ഷായും മോഡിയുമൊക്കെ നമ്മൾ വിചാരിക്കുന്ന പോലത്തെ പുള്ളികളല്ല. അതുകൊണ്ട് ഏത് സമയവും എന്ത് സംഭവിക്കാമെന്ന് വെള്ളാപ്പള്ളിക്കും ജൂനിയർ വെള്ളാപ്പള്ളിക്കും ഉറച്ച ബോധ്യമുണ്ട്. അതുകൊണ്ട് NDA മുന്നണി വിടുന്ന കാര്യത്തിൽ അവർക്ക് അല്പം വിഷമമുണ്ട്. എന്നാൽ ഇനി BJP-ക്കൊപ്പം നിന്നിട്ട് യാതൊരു കാര്യമില്ലെന്നാണ് BDJS നേതാക്കൾ പലരും പറയുന്നത്. പലരും ഇപ്പോൾ പാർട്ടി വിടാൻ BDJS വിടാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് പുതിയൊരു ആശയം ഉദിച്ചത്. അടുത്ത തവണ UDF അധികാരത്തിൽ വരാൻ ഏതായാലും BJP ആഗ്രഹിക്കുന്നില്ല, BJP-യുടെ കേന്ദ്ര നേതൃത്വം ആഗ്രഹിക്കുന്നില്ല. LDF തന്നെ തുടരുകയും BJP-ക്ക് കൂടുതൽ സീറ്റുകൾ നിയമസഭയിൽ കിട്ടുകയും ചെയ്യണമെന്നാണ് മോദി ഷായും ഒക്കെ ആഗ്രഹിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അവർ ഒരു ഇടങ്ങേറ് കളി കളിക്കാൻ സാധ്യതയുണ്ട്. ആ കളി മറ്റൊന്നുമല്ല, BDJS-നെ BJP അനുമതിയോടുകൂടി ഇടതുപാളയത്തിൽ എത്തിക്കുക. ഈഴവ വോട്ടുകൾ എന്ന് വെച്ചാൽ CPM-ൻ്റെ അടിസ്ഥാന വോട്ടുകൾ പാർട്ടിക്ക് നഷ്ടപ്പെട്ടു തുടങ്ങിയിട്ട് ഏതാണ്ട് 3 തെരഞ്ഞെടുപ്പുകളായി. കൃത്യമായി 2 തെരഞ്ഞെടുപ്പിൽ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും ഈ ഈഴവ വോട്ടുകൾ CPM-ന് നഷ്ടപ്പെട്ടു. അതുകൊണ്ട് BDJS-നെ ഇടതുമുന്നണിയിലേക്ക് കൊണ്ടുവരണമെന്നൊരു ആഗ്രഹം പിണറായി വിജയനുണ്ട്. BJP സമ്മതിച്ചാൽ BDJS ഇടതുമുന്നണിയിലെത്തും. കാരണം അത് ഒരു UDF-നെ അധികാരത്തിൽ വരുന്നതിൽ നിന്ന് തടയുന്നതിൻ്റെ ഭാഗമായി തന്ത്രപരമായി BDJS-നെ LDF-ലേക്ക് തള്ളിവിടുന്ന, അപ്പോൾ കുറേ ഈഴവ വോട്ടുകൾ CPM-ന് ലഭിക്കും, UDF-നെ തടഞ്ഞു നിർത്താമെന്നുള്ള ഒരു പ്രത്യാശ BJP-ക്കുണ്ട്. കാരണം ഇനി BJP-ക്ക് BDJS-ൻ്റെ സഹായം ആവശ്യമില്ല, അല്ലാതെ തന്നെ അവർ അവരുടേതായ കാര്യങ്ങൾ ഉറപ്പിച്ചു കഴിഞ്ഞു. അങ്ങനെ BDJS-നെ ഇടതുമുന്നണിയിലേക്ക് തള്ളിവിടുക എന്ന തന്ത്രം BJP സ്വീകരിക്കുമോ എന്നാണ് ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത്. കാരണം തെരഞ്ഞെടുപ്പിൽ കുറേയൊക്കെ നേട്ടങ്ങളുണ്ടായെങ്കിലും UDF അടുത്ത വർഷം അല്ലെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ അധികാരത്തിലെത്തുമെന്ന് കണ്ടാൽ അപ്പോൾ BJP-യുടെ മുഖം ചൊളിയും CPM-ൻ്റെയും മുഖം ചൊളിയും. കാരണം 2 പേർക്കും UDF അധികാരത്തിൽ വരാൻ പാടില്ല എന്നതാണ് അവരുടെ ഉറച്ച നിലപാട്. അങ്ങനെ വരുമ്പോൾ BDJS-നെ ഇടതുമുന്നണിയിലേക്ക് തള്ളിവിട്ടാൽ എങ്ങനെയിരിക്കും എന്നുള്ള ആലോചന ഇപ്പോൾ തന്നെ BJP-യിൽ തുടങ്ങി. CPM അത് കേട്ട് സന്തോഷിക്കുകയാണ്. കാരണം BDJS ഇടതുമുന്നണിയിൽ എത്തിയാൽ നഷ്ടപ്പെട്ട കുറേ ഈഴവ വോട്ടങ്ങൾ തിരിച്ചു വരികയും അത് തെക്കൻ പ്രദേശങ്ങളിൽ ഒരു 10 സീറ്റിലെങ്കിലും തങ്ങൾക്ക് ഗുണകരമാവുകയും ചെയ്താൽ, കാരണം UDF-ന് 80 സീറ്റ് വരെ കിട്ടിയേക്കാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു 10 സീറ്റ് അതിൽ നിന്ന് കുറയുക എന്ന് പറഞ്ഞാൽ LDF-ന് ഭരണം തുടർച്ചയുണ്ടാകുക അല്ലെങ്കിൽ ഭരണം നിലനിർത്തുക എന്ന അർത്ഥം. ഏതായാലും BDJS-ന് ഇനി അധികകാലം NDA മുന്നണിയിൽ BJP മുന്നണിയിൽ അവർ വച്ചുകൊണ്ടിരിക്കില്ല. അവർ മിക്കവാറും പുറത്തേക്ക് ഇറങ്ങി ഇടതുമുന്നണിയിലേക്ക് ചേരാനാണ്, ഇടതുമുന്നണിയിലേക്ക് പോകാനാണ് എല്ലാ സാധ്യതയും.